തേങ്ങ അരച്ച മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ മീനിലാണ് ഇപ്പോൾ മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതി തിരുകിയെടുക്കാം. ഒരു 3 ചെറിയ ഉള്ളി, 2 പച്ചമാങ്ങ, 2 മുരിങ്ങയ്ക്ക, ഒരു 5-6 പച്ചമുളക്. മാങ്ങയും മുരിങ്ങയ്ക്കയും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ മാറ്റി നീളത്തിന് അരിഞ്ഞെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. താളിച്ച് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെയാണ് ഈ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. മാങ്ങയും മുരിങ്ങയ്ക്കയും നീളത്തിന് അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 2-3 ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ചെറിയ ഉള്ളി. ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ മഷിയായിട്ട് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് അരിഞ്ഞെടുത്ത പച്ചമുളക്, മുരിങ്ങയ്ക്ക, പച്ചമാങ്ങയും ചേർത്ത് കുറച്ച് കറിവേപ്പില ഇടാം. കാൽ ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ച് മീനും മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് തിളച്ച് പാകത്തിന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കറിവേപ്പില, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എണ്ണയോടുകൂടി കറിയിലേക്ക് ഒഴിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. കറിയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം.
കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന 2 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പില ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് എണ്ണയോട് കൂടി കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.